ഒരിക്കൽ ഒരാളോട് ഡോക്ടർ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ നന്നായിട്ട് ഓടണം, വേഗത്തിൽ ഓടണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓടാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ ഓടി 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 ഇട റോഡുകളിലൂടെ ഓടി മെയിൻ റോഡിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു വലിയ ബോർഡ്, അമിത വേഗത ആപത്താണെന്ന്. ഉടനെ അദ്ദേഹം ഓട്ടം നിർത്തി വീട്ടിലോട്ട് പോയി. എന്താണ്? രണ്ട് ഇൻഫോർമേഷനുകൾ അതിൻ്റെ ഇടയിലായിട്ട് അദ്ദേഹമായി. ഡോക്ടർ പറയുന്നു ഇങ്ങനെ, ഗവൺമെൻറ് പറയുന്നു ഓടരുതെന്ന്, ഡോക്ടർ പറയുന്നു വേഗത്തിൽ ഓടാൻ. ഇതിൻ്റെ ഇടയിൽ എന്ത് തീരുമാനമെടുക്കും? പല അഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായം എടുത്താലേ തീരുമാനമെടുക്കാൻ കഴിയും. എന്നാൽ ആ തീരുമാനം തെറ്റായ ഒരു അഭിപ്രായത്തിൽ നിന്നാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കും. എന്നാൽ വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ശരിയായ തീരുമാനമെടുക്കാനുള്ള ശേഷിയുണ്ടാകും. ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്നു. മറിയോട് ആലോചന പറഞ്ഞു. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, നീ ഒരു മോനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല, ദാവീദിന്റെ സിംഹാസനം പിതാവാം ദൈവം അവന് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയ എന്തുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾക്ക് ആ സന്ദേശത്തെ അതിനു മുമ്പേ അറിയാം. വേദപുസ്തകം വായിക്കുന്ന ഒരു യഹൂദ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കന്യകയായതുകൊണ്ട്, ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് മശിഹായുടെ വരവിനെക്കുറിച്ച് അവൾക്കറിയാം. എന്നാൽ അവൾ ഇവിടെ സമർപ്പിക്കാൻ കാരണം ആ വരുവാൻ പോകുന്ന മാനവജാതിയുടെ രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ മശിഹ എന്നിലൂടെ കടന്നു വരുന്നു, ഞാനാണ് സ്ത്രീ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, അപ്പോൾ എൻ്റെ മകനായിട്ട് വരുന്നു. അടുത്തത് യെശയ്യാവ് 7:14 പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇങ്ങനെയുള്ള വാക്യങ്ങളുടെയും കൂടി പിൻബലത്തിലാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞപ്പോൾ വീട്ടിൽ ആലോചിക്കാതെ, ജോസഫിനോട് ആലോചിക്കാതെ ഉടനെ തീരുമാനമെടുത്തത്. പലരും വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ തെറ്റായിട്ട് എടുക്കാറുണ്ട്. എന്നാൽ മറിയയ്ക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. കാരണം അവൾക്ക് ദൈവവചനം അറിയാം. ദൈവവചനം അറിയാവുന്നവർക്ക് മറ്റെല്ലാ ആലോചനയേക്കാൾ ദൈവവചനത്തിൻ്റെ ആലോചനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവർക്ക് വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ദൈവിക അനുഗ്രഹങ്ങളിലേക്കും നല്ല ഭാവിയിലേക്കും ചുവടുവെക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വേദപുസ്തകം വായിക്കുക, വേദപുസ്തകവുമായി ദൂതൻ പറയുന്നതും പ്രവാചകന്മാർ പറയുന്നതും സ്വപ്നങ്ങളും വെളിപ്പാടുകളും ഒത്തുനോക്കുക. അങ്ങനെ വന്നാൽ നമ്മൾ ഒരിക്കലും എങ്ങും ലജ്ജിച്ചു പോകില്ല. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். നാനും എൻ വീടും എൻ വീട്ടാരനേവരും ഓയാമൽ നன்றി சொல்வோம். ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. എബനേസരേ, എബനേസരേ, ഇന്നാൾ വരെ സുമந்தவரே. എബനേസരേ, എബനേസരേ, എൻ നിனைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி.
இதயத்தில் சுமந்தீரே நன்றி 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 கரு போல சுமந்தீரே நன்றி நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம் நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம் ஒரு கரு போல காத்தீரே நன்றி என் இதயாமல் சுமந்தீரே நன்றி ஒரு கரு போல காத்தீரே நன்றி என்னை சிதையாமல் சுமந்தீரே நன்றி எபினேசரே எபினேசரே இந்நாள் வரை சுமந்தவரே எபினேசரே எபினேசரே என் நினைவாய் இருப்பவர் எபினேசரே 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 இந்நாள் வரை சுமந்தவரே எபினேசரே எபினேசரே என் நினைவாய் இருப்பவரே நன்றி 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 இதயத்தில் சுமந்தீரே நன்றி 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 கரு போல சுமந்தீரே நன்றி 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 இதயத்தில் சுமந்தீரே நன்றி 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 கரு போல സുമന്തിരേ നന്ദി നന്ദി കർത്താവേ ഇത്രത്തോളം ഞങ്ങളെ ചുമക്കുന്നതിനായി നന്ദി ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ ചുമക്കുന്നല്ലോ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി എബിനേസറേ ഇന്ന് ഒരു തിങ്കളാഴ്ചയാണല്ലോ ഈ ആഴ്ച മുഴുവനും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് നൽകി തരും എല്ലാ ദിവസവും രാവിലെ ജീസസ് എവരിഡേ കേട്ടിട്ട് ജീവിതം ആരംഭിക്കുന്ന പലരുമുണ്ട്. നിങ്ങൾ ഒരിക്കലും കുറഞ്ഞു പോകില്ല. കാരണം ദൈവവചനം കേട്ടിട്ടാണ് നിങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ശരിയായ സത്യസന്ധമായ ദൈവവചന വെളിപ്പാടിലൂടെ നടക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിച്ചിട്ട് മാസങ്ങളായി അതിൻ്റെ ഓരോ വാക്യങ്ങളിലൂടെ നമ്മൾ കയറിയിറങ്ങിയാണ്. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിൻ്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസക കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അപ്പോൾ യഹൂദന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ യേശുവിനെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, തങ്ങൾ അശുദ്ധമാകാതെ പെസക കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ അവരശുദ്ധരാകുമെന്ന്. എന്തൊരു വിഡ്ഢിത്തരമാണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതായത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇറങ്ങി വന്ന യേശുവുമായിട്ടുള്ള ഇവരുടെ ഡീലിങ്ങിൽ ഇവർ അശുദ്ധരാകുമെന്ന്. ഇവരെങ്ങനെ അശുദ്ധരാകും? അടുത്ത ചോദ്യം, ഇവർ വിശുദ്ധരാണോ? അതുമല്ല.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് വായിക്കുന്നു. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാണ് വിശുദ്ധൻ? യേശു മാത്രം. യേശു വിശുദ്ധനാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ് ഭൂതം ബാധിച്ച മനുഷ്യൻ്റെ വാക്കുകൾ. ആ ഭൂതഗ്രസ്തം വിളിച്ചു പറയാണ്, നസറേനായ യേശുവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു. സമയത്തിനു മുന്നമേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ? ഞങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കണമേ. യേശുവിനോട് കെഞ്ചി അപേക്ഷിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരും യഹൂദ നേതാക്കന്മാരും പറയുന്നു, യേശുവുമായിട്ടുള്ള അടുത്ത ബന്ധം ഇവർക്ക് അശുദ്ധി ഉണ്ടാകുമെന്ന്. അശുദ്ധന് പിന്നെ എന്താ ഉണ്ടാകാനുള്ളത്? അരുമനാഥനായ യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി അതിൻ്റെ രഹസ്യ അജണ്ടകൾ ചെയ്തവർ ആ കാലത്തുള്ള മഹാപാപികളാണ്. അതുകൊണ്ടാണ് എന്നെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചവർക്ക് അധികം പാപമുണ്ട് എന്ന് യേശു പറഞ്ഞിരുന്നു, അവരുടെ തലമുറകൾക്കും. അതുകൊണ്ടാണ് യേശു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. അപ്പോൾ ഇവരുടെ തലമുറകളിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ശാപമാണ് ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. യേശുവിനെ ക്രൂശിക്കാൻ രഹസ്യ അജണ്ടകളിട്ട് യേശു വെളിയിൽ വരാത്ത രീതിയിൽ എല്ലാ പഴുതും അടച്ചവരാണിവർ. ഇപ്പോൾ അവർ പറയുകയാണ്, അശുദ്ധമാകാതെ പെസക ആചരിക്കണം. എന്താണ് പെസക? മോശയുടെ കാലത്ത് മിസ്രൈമിലായിരുന്നപ്പോൾ ഗോശാൻ ദേശത്ത് പാർക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും അവരുടെ വീടുകളിൽ അവർ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി. അത് ദൈവത്തിൻ്റെ കടന്നുപോക്കായിരുന്നു. അന്ന് ഈ ചോര പുരട്ടി അതിനകത്തിരുന്ന ദൈവജനത്തിൻ്റെ വീട്ടിൽ ഒരു അനർത്ഥമുണ്ടായില്ല. ദൈവം അവരെ കാത്തു. ഇതിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഈ പെസക. അപ്പോൾ ഇവർ വിശുദ്ധരായിരിക്കണം. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനാലാണ് ഇവർ വിശുദ്ധരാകേണ്ടത്. ഇവർ സമ്പ്രദായങ്ങളിലൂടെ വിശുദ്ധരാകാൻ ഇവർ പരിശ്രമിക്കുകയാണ്. നിയമങ്ങളിലൂടെ എങ്ങനെ വിശുദ്ധരാകാം? ഇന്നും സമൂഹത്തിൽ നിയമങ്ങളിലൂടെ വിശുദ്ധരാകാനുള്ള ഒരു പരിശ്രമമാണ്. യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു വിശുദ്ധരാകാൻ നോക്കുന്നു. എന്നാൽ അവരുടെ വിശുദ്ധ ജീവിതം ഏറ്റവും പരാജയ ജീവിതമായി മാറി. യെശയ്യാ പ്രവചനം തുടങ്ങുമ്പോൾ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപം കടും ചുവപ്പായാലും ഹിമം പോലെ, രക്താംബരം പോലെ കടുപ്പാണെങ്കിലും, കളറാണെങ്കിലും മഞ്ഞുപോലെ, ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് യേശു അല്ലെങ്കിൽ ദൈവം അവരോട് പറയണം. വാ, നമുക്ക് തമ്മിൽ ഒന്ന് വാദിക്കാം. നിങ്ങൾ എത്ര പാപിയാണെങ്കിലും നിങ്ങളെ ഞാൻ കഴുകിയെടുക്കും, നിങ്ങളെ കൊള്ളാകുന്നവരാക്കും, നിങ്ങളെ വിശുദ്ധരാക്കും. യേശുവേന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ കൂടിയവരെല്ലാം വിശുദ്ധരായി മാറുമായിരുന്നു. ക്രൂശിലെ കള്ളൻ, കർത്താവേ നീ രാജാവാകുമ്പോൾ എന്നെ ഓർക്കണേന്ന് പറഞ്ഞ മാത്രയിൽ അവർക്ക് അവനെ യേശു പറുദീസ കൊടുത്ത കർത്താവാണ്. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. എന്തുകൊണ്ടാണ് യേശു ഇതെല്ലാം സഹിക്കുന്നത്? യേശുവിനറിയാം, ക്രൂശ് മരണത്തോടുകൂടി എൻ്റെ ഈ ഭൂമിയിലുള്ള ദാസൻ എന്ന പദവി തീർന്നു, മനുഷ്യൻ എന്ന പദവി തീർന്നു. പകരം മരണത്തോടുകൂടി ഞാൻ സ്വതന്ത്രനാകുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അറിയേണ്ട ഒരു സത്യം, മരണം നമ്മെ പരിമിതികളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. യേശുവിന് ഇത് അറിയാമായിരുന്നു. ഇന്നത്തെ ഈ വിസ്താരത്തിന് ശേഷം എനിക്കുണ്ടാകാൻ പോകുന്ന ക്രൂശ് മരണത്തിലൂടെ ഞാൻ പ്രാപിച്ചെടുക്കുന്നത് വലുതാണ്. പരിമിതികളില്ലാത്ത മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവനാണ്.
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായി കിട്ടുന്ന വലിയ അനുഗ്രഹത്തെ, ഈ അനുഗ്രഹത്തെ ഇന്നും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ വിശുദ്ധരാണ്. യേശുവിൽ ആശ്രയിക്കുന്നവർ വിശുദ്ധരാണ്. നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറയുന്നു. യേശുവിൻ്റെ വചനം കേൾക്കുന്നവർ വിശുദ്ധരായി മാറും. യേശുവിൻ്റെ വചനത്തോട് മറുതലിക്കുന്നവർ വിശുദ്ധരാകുമെന്ന് എഴുതിയിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ഇന്നിത് കേൾക്കുന്ന നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുപ്പമാണെങ്കിലും, ആർക്കും ഇന്നുവരെയും പല മോശമായ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നോക്കിയിട്ട്, ഞാൻ പരിശ്രമിച്ചിട്ട് എനിക്കത് കഴിയുന്നില്ല. എൻ്റെ കർത്താവേ, എന്നെ മദ്യപാനത്തിൽ നിന്ന്, എന്നെ മയക്കുമരുന്നിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അപ്പോൾ തന്നെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ഭവനത്തിൽ വിശ്വാസത്തിൽ വരാത്തവർക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാ പാപക്കറകളും കഴുകിക്കളയണമേ. ഒരു വ്യക്തി വിശുദ്ധനായി മാറിയാൽ, ഒരു വ്യക്തി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് രൂപാന്തരപ്പെട്ടാൽ, ആ വ്യക്തിയെ പിന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണ്ട. അവൻ അന്ന് മുതൽ പുതിയ സൃഷ്ടിയാണ്. അവൻ്റെ പഴയത് കഴിഞ്ഞുപോയി. ശരിയായി വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടില്ല. അവൻ പരാജയങ്ങളെ അവൻ പരാജയപ്പെടുത്തും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധമായ പുതിയ ചുവടുകൾ വയ്ക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത്, തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. ഇവരശുദ്ധരാകുമെന്ന് യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ, യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെല്ലാം വിശുദ്ധന്മാരായി മാറും, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും, ഉയർച്ചയുള്ളവരായി മാറും, നിത്യതയുള്ളവരായി മാറും, സ്വർഗമുള്ളവരായി മാറും. പുതിയ അനുഗ്രഹങ്ങളിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കും. ഇന്നിത് കേൾക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ അസാധാരണമായ ചില വാതിലുകൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ, ഉറവകൾ തുറക്കട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ. പിശാച് വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്ന പലതും ഇന്ന് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറ. അതുപോലെ നടക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ചെറുതായി കാണരുത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവേ എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിപ്പുണ്ടെങ്കിൽ, മഹത്വത്തിൻ്റെ രാജാവ് കയറിയെങ്കിൽ, വാഴുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നായകനായി വാഴുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ നിസ്സാരമായി തട്ടിത്തെറിപ്പിക്കും. പകരം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നിങ്ങൾ കാലുകൾ എടുത്തു വയ്ക്കും. യേശുവിൽ നമുക്ക് ആശ്രയിക്കും. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരട്ടെ. എല്ലാവരും കൃപകളുള്ളവരാകട്ടെ. എല്ലാവരും ശക്തിയുള്ളവരായി മാറട്ടെ. അങ്ങയുടെ കരം ചലിക്കണമേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇവരെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. നമുക്ക് നാളെ ഇതേ സമയത്ത് ഈ പ്രാർത്ഥനയുണ്ട്. കടന്നു വരുമല്ലോ. മറ്റുള്ളവർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.